വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ വിലക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. രാജ്യത്ത് പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വിലക്ക് ഏർപ്പെടുത്തി എന്ന കാര്യം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ കടുത്ത നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിന്റെ പേരിൽ ആണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസിന് വിലക്ക് ഏർപ്പെടുത്തുന്നതായി ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം എക്സിലൂടെയായിരുന്നു അന്റോണിയോ ഗുട്ടറസ് ഈ ആക്രമണത്തെ അപലപിച്ചത്. ആക്രമണത്തെ അപലപിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അത് ഉടൻ അവസാനിപ്പിക്കണം എന്നുമായിരുന്നു ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ ഈ അപലപിച്ചപ്പോൾ പേരെടുത്ത് പരാമർശിച്ചില്ല എന്നതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. വളരെ കടുത്ത നീക്കങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും ആണ് ഇസ്രായേൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരെ, ഇസ്രായേലിനെ തള്ളിപ്പറയുന്നവരെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിക്കില്ല. അത്തരം നയതന്ത്രജ്ഞർ ഒന്നും തന്നെ ഇസ്രായേലിലേക്ക് വരേണ്ടതില്ല എന്ന കടുത്ത നിലപാട് കൂടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം തിരിച്ചുവിട്ടത്. തിരിച്ചടി നടത്തിയതിനു ശേഷമുണ്ടായ പ്രതികരണമായിരുന്നു അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ വിശ്വസിക്കാനാകാത്ത നയതന്ത്രജ്ഞൻ, അസ്വീകാരനായ തന്ത്രജ്ഞൻ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളും ഇസ്രായേൽ നടത്തി. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് ഇറാൻ എന്ന് വ്യക്തമാകുമ്പോൾ പോലും ഇറാന്റെ പേര് പരാമർശിക്കാൻ അന്റോണിയോ ഗുട്ടറസ് തയ്യാറാകാതിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കടുത്ത നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന് തിരിച്ചടി നൽകും എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവിയും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിൽ ഉടനീളം ആക്രമണം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രതികരണം. അതേസമയം ലബനൻ അതിർത്തിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള മിസൈലുകൾ വർഷിച്ചു എന്നത് സംബന്ധിച്ചും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. 7-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുക. അതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്രമണം കടുപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിന് പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണവും ഉണ്ടായിരുന്നു. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. 181 ബലസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആയുധധാരികളായ 2 അക്രമകാരികളെ വധിക്കുകയും ചെയ്തു. ഇവർ തീവ്രവാദികൾ ആണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പുതുവർഷ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതേസമയം ലെബനനിൽ നടന്ന പോരാട്ടത്തിൽ 8 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നതിന് ശേഷം ആണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. കാരണം ലെബനനിൽ ഇപ്പോൾ കരയുദ്ധം ആണ് ഇസ്രായേൽ കടുപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ കരയുദ്ധം നടക്കുകയും ഹിസ്ബുള്ളയെ തീർത്തതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി. ഇതിനിടയിലാണ് 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമായി വന്നിട്ടുള്ളത്. എന്നാൽ 90% മിസൈലുകളും ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്.
ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്നാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ രാത്രി സമയം ആണ്, അതുകൊണ്ട് തന്നെ ഇനി രാത്രിയാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലും ഇറാൻ ആക്രമണം കടുപ്പിക്കുമോ? പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേലിന്റെ പുതുവത്സര ആഘോഷങ്ങൾ ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. അതിനിടെ ആക്രമണം തുടരുമോ ഇറാൻ എന്നുള്ളതാണ്. പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നേരത്തെ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ 30-ലധികം ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഇസ്രായേൽ നൽകിയ നിർദ്ദേശമെങ്കിൽ അത് ഇസ്രായേൽ പിൻവലിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിവരം. 1000 പേർക്ക് വരെ ഒരു ഭാഗത്ത് തന്നെ കൂട്ടമായി ആഘോഷിക്കാം, അങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇറാനെ ഭയക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ രാത്രിയിൽ ഇറാനുമേൽ ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്.